Welcome back to Career Win Updates. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2025-26 അക്കാഡമിക് ഇയറിലോട്ടുള്ള BEd അഡ്മിഷന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി അപേക്ഷ നൽകുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി വിട്ടു പോകുന്ന മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനും. അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് നോക്കുക. admission.uoc.ac.in. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ BEd 2025-26 അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് BEdൻ്റെ അഡ്മിഷൻ പേജിലോട്ട് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമതായിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കുക. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ BEd അഡ്മിഷൻ എല്ലാ വിഭാഗത്തിലും, അതായത് ജനറൽ മെറിറ്റ് കോട്ട, റിസർവേഷൻ, മാഹി, ലക്ഷദ്വീപ്, ടീച്ചേഴ്സ് കോട്ട, സ്പോർട്സ് കോട്ട, ഡിഫൻസ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ്, അപ്പോൾ ഇത്തരത്തിലെല്ലാ വിഭാഗത്തിൽപ്പെട്ട ഏത് കോട്ടയിലാണെങ്കിലും അപേക്ഷ കൊടുക്കുന്നവർ നിർബന്ധമായിട്ടും ഈ പറയുന്ന ഓൺലൈൻ അപേക്ഷ കൊടുക്കൽ നിർബന്ധമാണെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൊമേഴ്സ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കുമാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. കൊമേഴ്സ് സാധാരണ രീതിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG, അതായത് കൊമേഴ്സിൻ്റെ MCOM റിസൾട്ട് വന്നതിന് ശേഷമാണ് അപേക്ഷ വിളിക്കാറുള്ളത്. അത് സെപ്പറേറ്റ് ആയിട്ട് ആ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ വിളിക്കുകയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ തന്നെ വിദ്യാർത്ഥികൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ കൊമേഴ്സ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കോട്ടയിലും, അത് പ്രത്യേകിച്ച് ടീച്ചേഴ്സ് കോട്ട ഉൾപ്പെടെ, ടീച്ചേഴ്സ് കോട്ടയിലൊക്കെ സർവീസിലുള്ള ടീച്ചേഴ്സ് ആ രീതിയിൽ അവർക്കും ഈ പറയുന്ന BEd അപേക്ഷ നോർമലായിട്ട് തന്നെ അപേക്ഷ കൊടുക്കാൻ നിർബന്ധമായ കാര്യം ഉറപ്പെടുത്താണ്. ഓക്കെ, ഇനി അപേക്ഷയുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ഓൺലൈനായിട്ടാണ്. അപ്പോൾ അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം. അതായത് 240 രൂപ SC വിഭാഗത്തിൽപ്പെട്ടവർക്കും, ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 760 രൂപയുമാണ് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ നൽകേണ്ടത്. ഈ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അപേക്ഷ ജസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് 16/6/2025 വരെ അപേക്ഷ നൽകുവാൻ സമയമുണ്ട്. അതുകൊണ്ട് തിരക്ക് പിടിച്ച അപേക്ഷ കൊടുത്ത് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തരുത്. കൃത്യമായിട്ട് ഏതൊക്കെയാണ് കോളേജുകൾ, ആ കോളേജിൽ ഏതൊക്കെ ഓർഡറിലാണ് കൊടുക്കേണ്ടത്, ഒന്നാമത്തത്, രണ്ടാമത്, മൂന്നാമത്, അതൊക്കെ കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയ ശേഷം മാത്രം വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോ കാര്യം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമുക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഡേറ്റ് ശ്രദ്ധിക്കുക. 16/6/2025 വരെ സമയമുണ്ട്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം ജസ്റ്റ് ഈ ഒരു പ്രസ് റിലീസ് മൂന്നാമത്തെ അതും കൂടി ഒന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അതായത് നോർമലായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി PG ഈ രീതിയിൽ നിങ്ങൾ അപേക്ഷ കൊടുത്ത് അതേ രീതിയിൽ തന്നെയാണ് BEd അപേക്ഷയും. അതായത് KPID ക്രിയേറ്റ് ചെയ്യുന്നു, സെക്യൂരിറ്റിക്ക് ലഭിക്കുന്നു. അത് KPIDയും സെക്യൂരിറ്റിക്കും വെച്ച് ലോഗിൻ ചെയ്തിട്ടാണ് നിങ്ങൾ കൊടുക്കുക. അതോടൊപ്പം സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക. പ്രത്യേകം ആ ഒരു പ്രിൻ്റ് അപേക്ഷ കൊടുത്തതിന് ശേഷം ആ ഒരു പ്രിൻ്റ് നിങ്ങൾ സ്പോർട്സ് കൗൺസിൽ നിങ്ങൾ ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. അതായത് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് സെക്രട്ടറി, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ, തിരുവനന്തപുരം, ഈ ഒരു അഡ്രസ്സിലൂടെ നിങ്ങൾ സെപ്പറേറ്റ് സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്നവർ അപേക്ഷ കൊടുക്കണം. ബാക്കിയുള്ള ഒരു കോട്ടയിലെ വിദ്യാർത്ഥികളും അത് ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഈ പറയുന്ന അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ഔട്ട് എവിടെയും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ അപേക്ഷ ചെയ്യുകയും അതത് മാനേജ്മെൻറ്റിന് നേരിട്ട്, അതായത് ഓരോ സ്വാഭാവികമായിട്ടും എയ്ഡഡ് അതേപോലെ പൂർണ്ണമായിട്ടും സെൽഫ് ഫിനാൻസ് കോളേജിലും ഈ പറയുന്ന മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് ഉണ്ടാകും. അവിടെ നിങ്ങൾ നേരിട്ട് പോയിട്ട് നിർബന്ധമായിട്ട്, അതായത് ഓൺലൈൻ അപേക്ഷ കൊടുക്കുകയും കൂടാതെ നേരിട്ട് പോയിട്ട് അതത് കോളേജിലെ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ പ്രൊസീജിയറുമായി നീങ്ങാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. എന്നാൽ ബാക്കിയുള്ള എല്ലാ കോട്ടകളും ജനറൽ മെറിറ്റ് അതേപോലെ ബാക്കിയുള്ള എല്ലാ വിഭാഗത്തിലെയും ഓൺലൈൻ അപേക്ഷ ജസ്റ്റ് കൊടുത്താൽ മാത്രമേ എന്ന് ഉറപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ അഡീഷണലായിട്ട് കൊടുക്കുന്ന NSS, NCC, അതേപോലെ EWS കാറ്റഗറിയിൽ വരുന്നവർ, അതേപോലെ OBC, അതായത് SCBC കാറ്റഗറിയിൽ വരുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള എല്ലാ സമ്പന്ന വിഭാഗത്തിൽപ്പെടുന്നവരും ഇനി അതേപോലെ എന്തെങ്കിലും വെയിറ്റേജ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നവരും നിർബന്ധമായിട്ട് നിങ്ങളുടെ കൈവശം സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപേക്ഷ സമയത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. എന്നാൽ അഡ്മിഷൻ സമയത്ത് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ ഹാജരാക്കൽ നിർബന്ധമായ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള, അതായത് കമ്മ്യൂണിറ്റി കോട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്മ്യൂണിറ്റി കോട്ടയിലെ വിദ്യാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയോടൊപ്പം തന്നെ നിങ്ങൾ അതത് കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ട ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിനുശേഷം നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റി ഏതാണോ, ഏത് കോളേജിലാണ് നിങ്ങൾ അപേക്ഷ കൊടുത്തത് ആ കോളേജിൽ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യം കോളേജുമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്താണ്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് 15 ഓപ്ഷൻ വരെയാണ് നൽകുവാൻ സാധിക്കുക. അതായത് ഓപ്ഷൻസ് 15 വരെ നൽകാൻ സാധിക്കും. അപ്പോൾ ആ ഒരു 15 ഓപ്ഷനിൽ നിങ്ങൾക്ക്
കമ്മ്യൂണിറ്റി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു കോളേജ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട്, അതായത് കമ്മ്യൂണിറ്റി വിഭാഗത്തിലുള്ള കോളേജ് ഒരു കോളേജ് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് 16 ഓപ്ഷനായിട്ട് കൊടുക്കുവാനും സാധിക്കുന്ന കാര്യം ഉറപ്പെടുത്താൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ആമുഖമായിട്ട് വിദ്യാർത്ഥി മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും കോളേജസ് അതോടൊപ്പം തന്നെ അതിൻ്റെ സ്റ്റെപ്പ് ഇതൊക്കെ കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിനായി ജസ്റ്റ് ഈ ഒരു രണ്ടാമത്തെ പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്പെക്ട്സിൽ എല്ലാ കാര്യവും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് കോളേജുകൾ ഇത്രയാണ് 57 അൺഎയ്ഡഡ്, അതായത് സെൽഫ് ഫിനാൻസ് കോളേജുകളും ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെൻറ്റർ 11, അതേപോലെ എയ്ഡഡ് കോളേജ് 2, ഗവൺമെൻറ് കോളേജ് 2, ഇത്രയുമാണ് കോളേജുകളുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഫീസ് കൊടുക്കാതെ, അത് ജസ്റ്റ് എക്സാം ഫീസ്, അതായത് ചെറിയൊരു ട്യൂഷൻ ഫീ മാത്രം കൊടുത്ത് പഠിക്കാൻ സാധിക്കും. എന്നാൽ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ 11, അൺഎയ്ഡഡ് ട്രെയിനിങ് കോളേജ്, അതായത് സെൽഫ് ഫിനാൻസ് കോളേജ് 50, ഈ പറയുന്ന 2 വിഭാഗത്തിലുള്ള കോളേജസിലും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഓരോ സെമസ്റ്ററും നിശ്ചിത ഫീസ് കൊടുത്ത്, സെയിം സെമസ്റ്റർ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട കോളേജസാണ് ഈ പറയുന്ന കോളേജുകൾ. ചില വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ ഫീസ് ഇല്ലേ എന്നുള്ള സംശയമുണ്ട്. അതായത് 2 കോളേജും യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ ആയാലും അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജസ് ആയാലും വിദ്യാർത്ഥികൾ സെപ്പറേറ്റ് ഓരോ സെമസ്റ്ററിലും ഫീസ് കൊടുത്ത് പഠിക്കണം. എന്നാൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ട്യൂഷൻ ഫീ, സെമസ്റ്റർ ഫീ ഇല്ലാതെ പഠിക്കാൻ സാധിക്കുന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അതാകെ 4 കോളേജസാണത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് കോളേജുകൾ, അതേപോലെ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതൊക്കെ കോളേജിലുണ്ട് കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒന്നാമത് കോഴിക്കോട് ഗവൺമെൻറ് കോളേജ് ടോട്ടൽ സീറ്റാണ് 50 സീറ്റിൽ. അവിടെ അറബിക്ക് 3, ഇംഗ്ലീഷ് 5, ഹിന്ദി 4, മലയാളം 4, മാത്തമാറ്റിക്സ് 4, നാച്ചുറൽ സയൻസ് 5, ഫിസിക്കൽ സയൻസ് 4, സംസ്കൃതം 3, സോഷ്യൽ സയൻസ് 5, ഉറുദു 3, ടീച്ചേഴ്സ് കോട്ട 10. ഓക്കെ, ടീച്ചർ കോട്ട എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ് കോളേജിലൊക്കെ ടീച്ചർ കോട്ട സീറ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു ടീച്ചേഴ്സ് കോട്ടയിൽ ടീച്ചിങ് വിഭാഗത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള, അതായത് TTC അല്ലെങ്കിൽ LTTC പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞവർക്ക് BEd ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ മിനിമം 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിനാണ് ഈ പറയുന്ന ടീച്ചേഴ്സ് കോട്ടയിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അവരും സെപ്പറേറ്റ് ആയിട്ട് ഈ രീതിയിൽ തന്നെയാണ് അപേക്ഷ കൊടുക്കുന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ. ഓക്കെ, ഇനി അതേപോലെ തന്നെ എയ്ഡഡ് കോളേജ് നേരത്തെ പറഞ്ഞ ഫറൂഖ് കോളേജ് പാലക്കാട്. അപ്പോൾ എയ്ഡഡ് കോളേജിൽ 100 സീറ്റുകളുണ്ട്. ചില കോളേജിൽ 100 സീറ്റും ചില കോളേജിൽ 50 സീറ്റുമാണുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഏത് കോളേജാണ് ഉള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഇവിടെ ഫറൂഖ് കോളേജ് 16 ഉണ്ട്. അതേപോലെ ഓക്കെ, അതേപോലെ ഇവിടെ NSS ട്രെയിനിങ് കോളേജ് പാലക്കാട് 16. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജിൽ നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് കൊടുക്കാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതോടൊപ്പം തന്നെ ഇനി ലോങ് ആയിട്ടുള്ള കോളേജിലൊക്കെയാണ് വിദ്യാർത്ഥികൾക്ക് പോയി വരാൻ സാധിക്കുന്ന രീതിയിൽ അതും കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അപ്പോൾ എന്തായാലും ഈ പറയുന്ന കോളേജുകളുടെ ലിസ്റ്റിൽ നിങ്ങൾക്ക് 15 കോളേജ് വരെ നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഏതൊക്കെയാണ് കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സബ്ജക്റ്റ് എവിടെയൊക്കെയാണ് ഉള്ളത് കൃത്യമായിട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അതായത് 72 കോളേജസിൽ നിങ്ങൾക്ക് 15, അതേപോലെ എയ്ഡ് വിഭാഗത്തിലുള്ളവർക്ക്, അതായത് കമ്മ്യൂണിറ്റി വിഭാഗത്തിലുള്ളവർക്ക് ഒരു ഓപ്ഷൻ, ടോട്ടൽ 16 ഓപ്ഷൻ വരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ 72 കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് അപേക്ഷയോട്ട് വരുന്ന ഒരു പേപ്പറിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എഴുതി വെക്കുക. ഒന്നാമത്തെ കോളേജ്, രണ്ടാമത്തെ കോളേജ്, മൂന്നാമത്തെ കോളേജ്, പരമാവധി 15 കോളേജും വിദ്യാർത്ഥികൾ കൊടുത്തിടുക. കാരണം അഥവാ കിട്ടിയില്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് BEd എന്നുള്ള കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രാധാന്യത്തിൽ നിങ്ങൾ മുഴുവൻ ഓപ്ഷനും കൊടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക. ഇനി ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എലിജിബിലിറ്റി ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. അതേപോലെ സബ്ജക്റ്റ് വിസ് എലിജിബിലിറ്റി, ഇംഗ്ലീഷിൽ എന്താണ് എലിജിബിലിറ്റി, മലയാളം, ഹിന്ദി, നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ, ഉദാഹരണത്തിന് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ്, അപ്പോൾ ആ രീതിയിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും എലിജിബിലിറ്റിയോട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ കാൻഡിഡേറ്റ്സ് അത് MCOM വിത്ത് 50% മാർക്ക് അല്ലെങ്കിൽ MBA വിത്ത് 55% മാർക്ക്. ഓക്കെ, ആ രീതിയിൽ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ എലിജിബിലിറ്റി കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഈ കാര്യം പ്രോസ്പെക്ട്സിൽ ഓരോ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ബാക്കിയുള്ള സ്റ്റേജിലോട്ട് വരിക. അതോടൊപ്പം തന്നെ ഈ പ്രോസ്പെക്ട്സ് ബാക്കിയുള്ള മുഴുവൻ കാര്യം ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അഡ്മിഷൻ്റെ പ്രൊസീജിയർ, അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ്, ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ ഓരോ വിഭാഗത്തിലെയും കമ്മ്യൂണിറ്റി കോട്ട, അതേപോലെ ടീച്ചേഴ്സ് കോട്ട, സ്പോർട്സ് കോട്ട, അതിലൊക്കെ ഓരോന്നിൻ്റെയും അഡ്മിഷൻ സംബന്ധമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഒരു പ്രോസസ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം വിദ്യാർത്ഥികൾ ബാക്കിലോട്ട് വന്ന് അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് മുന്നോടിയായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ BEdലാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗത്തിലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ BEdും ഈ സെയിം അപേക്ഷ തന്നെയാണ്. ഇപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ BEdൽ അപേക്ഷ കൊടുക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രോസസ്സും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 4 കോളേജിലാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊക്കെ ഏതൊക്കെയാണ് കോളേജുകൾ, അതൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു പ്രോസ്പെക്ട്സും നോട്ടിഫിക്കേഷനും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ BEdൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഡൗൺലോഡ് ചെയ്ത് കാര്യം മനസ്സിലാക്കിയിട്ട് സെയിം പ്രൊസീജിയർ തന്നെ നോർമലായിട്ടുള്ള അപേക്ഷയിൽ തന്നെ നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്താൻ. ഓക്കെ, അപ്പോൾ നമുക്കിനി അപേക്ഷയുടെ മുന്നോടി ഫീസ് സ്ട്രക്ചർ ഉൾപ്പെടെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫീസ് സ്ട്രക്ചറൊക്കെ വിദ്യാർത്ഥി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് BEdൻ്റെ ഫീസ് സ്ട്രക്ചർ ഇതൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ട്യൂഷൻ ഫീ, അതേപോലെ തന്നെ ഓരോ വിഭാഗത്തിലും ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് വ്യത്യാസമൊക്കെ ഇവിടെ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് അപ്ലൈ നൗ BEd 2025-26 അപ്ലൈ നൗ എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ജസ്റ്റ് KPIDയും അതേപോലെ സെക്യൂരിറ്റിയും ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥികൾ നേരത്തെ നിങ്ങൾ PGയുടെ അഡ്മിഷൻ എങ്ങനെയാണ് കൊടുത്തത് അതേ രീതിയിൽ തന്നെ യാതൊരു വ്യത്യാസമില്ല. അതേപോലെ ഡിഗ്രി എങ്ങനെ കൊടുത്തത് അതേ രീതിയിൽ, അതായത് ജസ്റ്റ് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ നിങ്ങൾ ഇവിടെ സൈൻ അപ്പ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. ആ സൈൻ അപ്പ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങൾ സെലക്ട് രജിസ്ട്രേഷൻ ടൈപ്പ് BEd, അതിൽ എൻ്റർ യുവർ നെയിം,
അതേപോലെ എൻ്റർ യുവർ ഇമെയിൽ അഡ്രസ്, മൊബൈൽ നമ്പർ, കൺഫേം യുവർ മൊബൈൽ നമ്പർ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ SSLC ബുക്കിൽ അതേ രീതിയിൽ ഡാറ്റ കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നെയിം, അതേപോലെ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പർ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിലുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ നിർബന്ധമായും കൊടുക്കുക. ഒരു കാരണവശാലും വിദ്യാർത്ഥികൾ നിങ്ങൾ മറ്റുള്ളവരുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ കൊടുക്കരുത്. ഇനി ഔട്ട്സൈഡിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ കൈവശമുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കുക. ഇനി പുറത്ത് പോയിട്ടൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി തന്നെ ചെയ്യാൻ സാധിക്കുന്ന നോർമൽ പ്രൊസീജിയർ മാത്രമാണ്. ആകെ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് ഫോട്ടോ മാത്രമാണ്, വേറെ ഒരു കാര്യം ഇതിലില്ല. അതിൽ ഓപ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ 15 ഓപ്ഷൻ ഏതൊക്കെയാണ് കോളേജ് ആ രീതിയിൽ നിങ്ങൾ എഴുതി വെക്കുക. ഇത്ര മാത്രമാണ് ഈ ഒരു പ്രൊസീജിയറുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രജിസ്റ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. രജിസ്റ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒരു OTP വരും. ആ OTP നമ്പർ നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ആ OTP ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ജസ്റ്റ് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓൺ സ്പോട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി കീയും പാസ്വേഡും ഈ മെസ്സേജ് ആയിട്ട് വരും. ആ സെക്യൂരിറ്റി കീയും പാസ്വേഡും നിർബന്ധമായി നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും ഈ പറയുന്ന സെക്യൂരിറ്റി കീയും അതേപോലെ തന്നെ പാസ്വേഡുമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട്, അതായത് ക്യാപ് സെക്യൂരിറ്റി കീയും. ഓക്കെ, അപ്പോൾ ആ ഒരു ക്യാപ് ഐ ഡി നിങ്ങൾ മൊബൈൽ ഫോണിൽ വന്ന ക്യാപ് ഐ ഡിയും അതേപോലെ സെക്യൂരിറ്റി കീയും ഇവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് നമുക്കിനി ബാക്കിയുള്ള ഓരോ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഓൾറെഡി പേഴ്സണൽ ഡീറ്റെയിൽസ്, വെയിറ്റേജ് ഡീറ്റെയിൽസ്, ഫോട്ടോ അപ്ലോഡ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, മാർക്ക് ഡീറ്റെയിൽസ്, കോളേജ് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങൾ, അതായത് 6 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മുടെ നെയിം, ഇമെയിൽ അഡ്രസ്സ് കൂടെ വന്നിട്ടുണ്ട്. മൊബൈൽ നമ്പർ ജസ്റ്റ് അതിൽ ആധാർ നമ്പർ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾ ആധാർ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ പാരൻറ്റ് നെയിം, പാരൻറ്റ് മൊബൈൽ, പാരൻറ്റ്, അതേപോലെ തന്നെ ഏനുവൽ ലിങ്കും നിങ്ങൾ ജസ്റ്റ് ഏകദേശം ഒരു നിങ്ങളുടെ നോൺ OBC വിഭാഗക്കാരാണ് അവിടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൽ ആ രീതിയിലൊരു ഇൻകം തന്നെ നിങ്ങൾ കൊടുക്കുക. അതേപോലെ റിലീജിയൻ, അതേപോലെ തന്നെ നിങ്ങളുടെ റിലീജിയൻ, റിസർവേഷൻ, കാസ്റ്റ്, നാഷണാലിറ്റി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അഡ്രസ്സും ജസ്റ്റ് ഒരു ഡമ്മി ആയിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്തെന്ന് മാത്രം. അതിൽ പിൻകോഡ്, സ്റ്റേറ്റ്, നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, അതേപോലെ ജില്ല, അതേപോലെ വില്ലേജ്, ഇത്തരത്തിൽ ഈ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും അതേപോലെ പ്രസൻറ്റ് അഡ്രസ്സും സെയിം ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ബോക്സ് 21 കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സെയിം അഡ്രസ്സിൽ വരും. നോർമൽ എല്ലാവരുടെയും സെയിം ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ പെർമനൻറ്റ് അഡ്രസ്സും. അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ മാത്രം ആ രീതിയിൽ സെപ്പറേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഡു യു ബിലോങ് ടു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ OBC വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ, SCBC കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ മാത്രം, അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർ മാത്രം യെസ് കൊടുക്കുന്നു. അവർ അഡ്മിഷൻ സമയത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇനി EWC കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ EWC യെസ് കൊടുത്തു കഴിഞ്ഞാൽ EWC സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങൾ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ കൊടുക്കുക, നേരത്തെ പറഞ്ഞ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്നത് ഇവിടെയാണ് നിങ്ങൾ യെസ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ അപേക്ഷ പ്രിൻ്റ് അതേപോലെ സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റും സ്പോർട്സ് കൗൺസിൽ നിങ്ങൾ നേരിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ BEd ഡിഗ്രി ഇൻ റെഗുലർ, നിങ്ങൾ എവിടെയെങ്കിലും ഇതിന് മുമ്പ് BEd ഡിഗ്രി റെഗുലറായിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മോഡലായിട്ടോ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നോർമലി അധികം നോ ആയിരിക്കും. അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾ യെസ് കൊടുത്ത് നമ്മൾ സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് പോകാം. അടുത്ത സ്റ്റേജിൽ വെയിറ്റേജ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഈ ഒരു വെയിറ്റേജ് ഡീറ്റെയിൽസ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും NSS, NCC, SPC പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ യെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം നിർബന്ധം ഉണ്ടായിരിക്കും. കാരണം അഡ്മിഷൻ സമയത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ തന്നെ ക്യാൻസൽ ആയിപ്പം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ, ഡിസബിലിറ്റി ഉള്ളവർ മാത്രം യെസ് കൊടുക്കുക, അല്ലാത്തൊരു നോ. ഡിഫൻസ് കോട്ട, അതായത് ഡിഫൻസ് വിഭാഗത്തിലുള്ള എന്തെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർ യെസ് കൊടുക്കുക, അല്ലാത്തൊരു നോ കൊടുക്കുക. ഇനി ഇവിടെയാണ് ടീച്ചേഴ്സ് കോട്ട. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ടീച്ചേഴ്സ് കോട്ട 3 വർഷം മിനിമം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചിങ് വിഭാഗത്തിലുള്ള ഗവൺമെൻറ് എയ്ഡഡ് ടീച്ചിങ് വിഭാഗത്തിലുള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുന്ന, അല്ലാത്തവരോട്. അപ്പോൾ ടീച്ചേഴ്സ് കോട്ട, നേരത്തെ പറഞ്ഞ സ്പോർട്സ് കോട്ട, ഇതൊക്കെ ഇവിടെയാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി NSS, NCC ശ്രദ്ധിക്കുക. ഡിഗ്രി ലെവൽ NSS, NCC ഉണ്ടെങ്കിൽ മാത്രമേ യെസ് കൊടുക്കുക, അല്ലാത്തവർ +2 ലെവലിൽ യാതൊരു കാരണവശാലും പറ്റുകയില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തമിഴ് ലിംഗ്വിസ്റ്റിക്, കന്നഡ ലിംഗ്വിസ്റ്റിക് ഈ വിഭാഗത്തിലുള്ളവർ മാത്രം യെസ് കൊടുക്കുക. ഇനി PG നിങ്ങൾ, അതായത് ഹെവി സ്റ്റഡീഡ് PG ഇൻ സെയിം സ്ട്രീം, അപ്പോൾ നിങ്ങൾ പ്രധാനം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ ഓൾറെഡി PG കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലാത്തവർ നോ കൊടുക്കുക. ഓക്കെ, ഇനി ഇലക്ട്രിസിറ്റി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, അതായത് നോർമൽ എല്ലാവരും നോ ആണെങ്കിൽ നോ എന്ന രീതിയിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ചൂസ് ഫയൽ എടുക്കുന്നു, മൊബൈൽ ഫോണിൽ നിങ്ങളുടെ, അതായത് ഇവിടെയാണോ ജസ്റ്റ് ഇവിടെ റൈറ്റിൽ 3 ഡോട്ട് കാണാൻ സാധിക്കും, ബ്രൗസ് അടിക്കുന്നു. നിങ്ങൾ ഇമേജിലാണെങ്കിൽ ഇമേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇമേജ്, ഇവിടെ ജസ്റ്റ് ഏറ്റവും മുകളിൽ നിങ്ങൾ ഇമേജ് അടിച്ച് കഴിഞ്ഞാൽ ഇമേജിലോട്ട് പോകും. ഇനി ഏതാണ് നിങ്ങൾ ഏത് ഫയലാണ് നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ളത്, ആ ഫയലോട് ജസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ കറക്റ്റ് ഇവിടെ നിങ്ങൾ വലുതാക്കണം, ചെറുതാക്കണം, ആ രീതിയിൽ സിമ്പിളായിട്ടുള്ള ഫോട്ടോ. ശേഷം നിങ്ങൾ അപ്ലോഡ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. പിന്നെ അതേപോലെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ ഡിഗ്രി ലെവലുള്ള എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും BEd കോഴ്സ് ഏതാണ് ഇവിടെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ മലയാളം, അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ്, ആ രീതിയിലൂടെ ചൂസ് ചെയ്യുന്നു. പിന്നെ അക്കാഡമിക് പാറ്റേൺ നോർമൽ എല്ലാവരും 10 +2 ഡിഗ്രി, അവരാണെങ്കിൽ 10 + 2 + 3 ആരും നോർമലായിട്ടുള്ള പാറ്റേൺ സെലക്ട് ചെയ്യുന്നു. ഇനി നിങ്ങളുടെ ഡിഗ്രിയിലെ ഡീറ്റെയിൽസ്
ഓക്കെ, ജസ്റ്റ് ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് ആണ്, ഇയർ ഓഫ് പാസിംഗ്, മാർക്ക്. ഇനി ഇവിടെയാണ് ശ്രദ്ധിക്കുന്നത് മാർക്ക് ഓർ ഗ്രേഡ് സിസ്റ്റം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡിഗ്രി മാർക്കിലാണോ ഗ്രേഡിലാണോ അതിവിടെ കറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇൻ മെയിൻ ടൈപ്പ് സിംഗിൾ ആണോ, സിംഗിൾ ഡബിൾ ആണ് ഡബിൾ. ഇപ്പോൾ ഞാൻ ഡബിൾ മെയിൻ ആണെങ്കിൽ ഡബിൾ മെയിൻ, ട്രിപ്പിൾ മെയിൻ ആണ് ട്രിപ്പിൾ മെയിൻ. സ്വാഭാവികമായിട്ട് ഒരു മെയിൻ ആണെങ്കിൽ സിംഗിൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ആർ യു ഹോൾഡർ ഓഫ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് PG ഡിഗ്രി. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങളിവിടെ യെസ് കൊടുക്കുക, അല്ലാതെ ഒരു നോന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജ് നമ്മുടെ മാർക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യലാണ്. അപ്പോൾ മാർക്ക് ഡീറ്റെയിൽസ് നിങ്ങളിവിടെ കൃത്യമായിട്ട് ഇവിടെ ഞാനിപ്പോൾ ഇംഗ്ലീഷ് കൊടുത്തോണ്ട് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുള്ള മാർക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ ഒബ്റ്റെയിൻഡ് മാർക്ക്, മാക്സിമം മാർക്ക് എത്രയാണ്, ഒബ്റ്റെയിൻഡ് മാർക്ക് എത്രയാണ്, അത് കൃത്യമായിട്ട് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ഡിഗ്രിയുടെ കൺസോൾഡ് മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് സെപ്പറേറ്റ് ആണെങ്കിൽ ആ രീതിയിൽ നിങ്ങളിവിടെ ജസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ശേഷം ഇവിടെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അവസാനമായിട്ട് ഇവിടെ ഓവറോൾ CGP മാർക്ക് അതും കൂടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് എല്ലാ കാര്യം വളരെ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മാർക്ക് ഒരു കാരണവശാൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്ക് വരാൻ പാടില്ല. അതുപോലെ പെർസെൻറ്റേജ് ഒക്കെ കൃത്യമാണോ നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ ആ രീതിയിൽ ടൈം എടുത്ത് തന്നെ നിങ്ങൾ മാർക്ക് ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്യുക. തിരക്ക് പിടിച്ച് നിങ്ങൾ മാർക്ക് ഡീറ്റെയിൽസ് ഒരിക്കലും എൻ്റർ ചെയ്യരുത്. അപ്പോൾ ഓരോന്ന് മാർക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇനി അഥവാ ഇവിടെ നിന്ന് നിങ്ങൾ ലോഗ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ സൈനിൽ വന്നിട്ട് ക്യാപൈഡും സെക്യൂരിറ്റിക്കും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക്, കാരണം ഓരോ സ്റ്റേജ് നിങ്ങൾ നിങ്ങൾ സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഞാനിപ്പോൾ നേരത്തെ 3, 4 ഈ 4 ഓപ്ഷൻസ് ഇപ്പോൾ സേവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് 4 നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കളർ കാണാം. ഇനി എനിക്കിവിടെ ചെയ്യാൻ ബാക്കിയുള്ള മാർക്ക് ഡീറ്റെയിൽസും കോളേജ് ഡീറ്റെയിൽസും മാത്രമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ളത് അവിടെ നിന്നോട്ട് നിങ്ങൾക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും തിരക്ക് പിടിച്ച് നിങ്ങൾ തെറ്റ് വരുത്തരുത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മാർക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് നിങ്ങളുടെ കോളേജ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ഞാനിവിടെ കോളേജ് ഡീറ്റെയിൽസ് ഞാനിവിടെ ഓൾറെഡി മാർക്ക് ഡീറ്റെയിൽസ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ കോളേജ് ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ 15 ഓപ്ഷൻസ് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിറ്റി വിഭാഗത്തിലുള്ളവർക്ക് ഒരു ഓപ്ഷൻ എക്സ്ട്രാ കൊടുക്കാം. ആ രീതിയിൽ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് അടക്കലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പേയ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ SC ST വിഭാഗക്കാരാണെങ്കിൽ ഇനി OBC കാരാണെങ്കിൽ ആ രീതിയിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരാണ് നോർമലായിട്ടുള്ള ആ ഒരു ഫീസ് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ അവസാനത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ പ്രിവ്യൂ ആണ്, ആപ്ലിക്കേഷൻ പ്രിവ്യൂ ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ഒന്നുകൂടി എല്ലാ കാര്യം കൃത്യമായിട്ട് വായിച്ച് നോക്കുന്നു. എല്ലാ കാര്യം വായിച്ചതിന് ശേഷം നിങ്ങളുടെ അതായത് ആപ്ലിക്കേഷൻ പ്രിവ്യൂവിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നിങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾ മിസ്റ്റേക്ക് ക്ലിയർ ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യം വളരെ കൃത്യമായിട്ട് കൊടുത്തെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനലി സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു PDF നിങ്ങൾ മൊബൈൽ ഫോണിലാണെങ്കിൽ മൊബൈൽ ഫോൺ നിങ്ങൾ നിർബന്ധമായും സേവ് ചെയ്ത് വെക്കുക. ഈ ഒരു PDF നിങ്ങൾ പിന്നീട് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ ഹാജരാക്കണം. ഇപ്പോൾ നിങ്ങൾ എവിടെയും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നേരത്തെ പറഞ്ഞ സ്പോർട്സ് കോട്ട ഒഴികെയുള്ള ബാക്കിയുള്ള വിഭാഗത്തിൽ ഇനി അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് കൂടെ നേരിട്ട് ഈ ഒരു അപേക്ഷയോടൊപ്പം നേരിട്ട് നിങ്ങൾ സെപ്പറേറ്റ് അതായത് കോളേജിൽ പോയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കും. ജനറൽ വിഭാഗം മെറിറ്റ് കോട്ട ഇതിലൊന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വേറെ സെപ്പറേറ്റ് ഈ പറയുന്ന അപേക്ഷ നിങ്ങൾ എവിടെയും നിങ്ങൾ കൊണ്ടുപോയിട്ട് യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ അയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ടിൻ്റെ കൂടെ നിങ്ങൾ ഹാജരാക്കണം. അപ്പോൾ ഇനി എന്തായാലും അടുത്ത സ്റ്റേജിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ്, എഡിറ്റ് ഓപ്ഷൻസ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഓരോ ഘട്ടങ്ങളും ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടങ്ങളിലെയും വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ ഓരോ ഘട്ടങ്ങളെയും സമയങ്ങളും വളരെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വർഷങ്ങളിൽ അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെ ഈ വർഷം കൃത്യമായിട്ട് BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചേരി. താങ്ക് യു ഫോർ watching this video.